സഹോദരങ്ങളെ, വിശ്വാസ തകർച്ചകള് നമുക്കും നേരിടാറുണ്ട്. ഈശോയുടെ സഹോദരന്മാരും സഹോദരിമാരുമാണ് വിശ്വാസ തകർച്ച നേരിടുന്നവര്. ഞാനും നിങ്ങളുമൊക്കെ മാമോദീസായിലൂടെ ഈശോയുടെ സഹോദരങ്ങളായി മാറിയവരാണ്, അവരുടെ ബന്ധുക്കളായി മാറിയവരാണ്, അവനുമായിട്ട് രക്തബന്ധം സ്ഥാപിച്ചവരാണ്. മാമോദീസായിലൂടെ കുരിശിലെ ബലി വഴി അവന്റെ മക്കളായിട്ട്, അവന്റെ സഹോദരങ്ങളായിട്ട്, പിതാവിന്റെ മക്കളായിട്ട് മാറിയവരാ. അവനോട് ചേർന്ന് നിന്ന് ആവാ പിതാവേ എന്ന് സ്വർഗസ്ഥനായ പിതാവിനെ വിളിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളുടെ നിമിഷങ്ങളിൽ നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിന്റെ സങ്കടകരമായ അവസ്ഥകളിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തില് നമുക്കുള്ള വലിയ അത്താണി എന്ന് പറയുന്നത്, നമുക്കുള്ള വലിയ മധ്യസ്ഥ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസ തകർച്ചകളിൽ നമ്മളെ ഈശോയിലേക്ക് എത്തിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ വിശ്വാസ തകർച്ചകളിൽ നമ്മൾക്ക് ഈശോയിലുള്ള ദൂരം വർദ്ധിക്കുമ്പോൾ ആ ദൂരത്തെ ക്രമീകരിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. ഒരു ചെറിയ കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കല് ഒരു ആട് തന്റെ 2 കുട്ടികളുമായിട്ട് കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. ഇടശ്ശേരി എന്ന് പറയുന്ന കവിയുടെ കവിതയിലെ കഥയാണിത്. ആ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന ആട്ടിൻകുട്ടികള് തള്ളയാടിനോടൊപ്പം നടന്നു നീങ്ങുമ്പോൾ ഒരാട്ടിൻകുട്ടി വളരെ പതിയെയാണ് നടന്നു വരുന്നത്. അവൻ ഒത്തിരി പിന്നിലാണ്. പക്ഷെ ഒരു ആട്ടിൻകുട്ടി വളരെ മിടുക്കനായിട്ട് അവൻ ഇങ്ങനെ തുള്ളിച്ചാടി മുമ്പോട്ട് പോവുകയാണ്. കൊലക്കളത്തിലേക്കാണ് പോകുന്നത് അവൻ അറിഞ്ഞുകൂടാ. പക്ഷെ അവൻ വലിയ തീഷ്ണതയോടുകൂടി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആട്ടിൻകുട്ടിയുടെ കാല് അല്പം മുടന്നുള്ളതായതുകൊണ്ട് അവൻ പതിയെയാണ് നടന്നു വരുന്നത്. ഇതിന്റെ രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഈ തള്ളയാടിന്റെ ചിത്രമാണ് കവി വിവരിച്ചിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ഇതുപോലെയാണ്. പരിശുദ്ധ അമ്മ ദൂരം ക്രമീകരിക്കുകയാണ്. അമ്മ ഇതിനിടയിൽ നിൽക്കുകയാണ്. പാപികളും കുറ്റങ്ങളും കുറവുകളും ഉള്ളവരായ നമ്മുടെ ജീവിതത്തില് വിവിധ തരത്തിലുള്ള മുടന്ത് ജീവിതത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ളവരായ നമ്മുടെ ജീവിതത്തില് പരിശുദ്ധ അമ്മ കടന്നു വന്ന് ഊനമറ്റ കുഞ്ഞാടായ നമുക്ക് മുമ്പേ യാത്ര ചെയ്ത് അൾത്താരയില് ബലിയാടാക്കപ്പെട്ട് കുരിശിൽ മുറിവേറ്റ് മരിച്ച് സ്വർഗത്തിൽ കൊല്ലപ്പെട്ടിട്ടും ജീവനോടെ നിൽക്കുന്നവരായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന യേശുവിന്റെ അടുക്കലേക്ക് നമ്മുടെ ദൂരം ക്രമീകരിക്കുകയാണ്. ഇവർ രണ്ടും തമ്മിലുള്ള ദൂരം ക്രമീകരിക്കാൻ പരിശുദ്ധ അമ്മ ഇടയ്ക്ക് നിൽക്കുകയാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ തകർച്ചകൾ നേരിടുമ്പോൾ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പാളിച്ചകൾ സംഭവിക്കുമ്പോൾ, ദൈവത്തെ തള്ളിപ്പറയുന്ന അവസരങ്ങളിലൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അമ്മയിലൂടെ ഈശോയിലേക്ക് അതിവേഗം എത്തുവാൻ വേണ്ടിയിട്ട്, ഊനമറ്റ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വേഗം സഞ്ചരിച്ചെത്തുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. പരിശുദ്ധ അമ്മ വിശ്വാസികളുടെ ജീവിതത്തിന്റെ വിശ്വാസ തകർച്ചയുടെ മേഖലകളിൽ അവരോടൊപ്പം യാത്ര ചെയ്യുന്നവളാണ്. ചേർന്ന് പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസ തകർച്ചകളിൽ നമ്മളോടൊപ്പം നിൽക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഈ തിരുവചനത്തില് അവിശ്വസിക്കുന്നവളല്ല, അവിശ്വസിച്ചവരായ ബന്ധുക്കളുടെ കൂടെ നിന്ന് വിശ്വാസികളായവരുടെ വിശ്വാസത്തിലേക്ക് നടന്നു വരേണ്ടവരായവരുടെ കൂടെ നിന്നുകൊണ്ട് ഇടർച്ച തോന്നുന്നവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ പുത്രനിലേക്ക് എത്തിക്കുന്നവളാണ്. പരിശുദ്ധ അമ്മയെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തില് വീണ്ടും ഒരിക്കൽ കൂടി അവിടെ ജനം ഇടർച്ചപ്പെടുകയാണ്. സ്വന്തക്കാരും വീട്ടുകാരും ഒക്കെ ഇടർച്ച തോന്നുന്നതിന് അപ്പുറത്തേക്ക് ജനത്തിന് മുഴുവൻ ഇടർച്ച തോന്നുകയാണ്. അവന് അവരുടെ ഇടയിൽ പ്രഘോഷണത്തിന് വേണ്ടി ഇറങ്ങി ചെല്ലുമ്പോൾ, അവൻ സ്വന്തം നാട്ടിലെത്തുമ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവന്റെ വാക്ക് കേട്ട് പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവന് ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മുടെ കൂടെ ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നാട്ടിൽ ചെന്നപ്പോഴ് വിജാതിരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടുന്ന ആളുകളുള്ള ആ സമൂഹത്തിൽ നാട്ടിൽ ചെന്നപ്പോഴ് അവനെ പരിചയമുള്ള ആളുകൾ പറഞ്ഞു, ഇവന് എവിടെ നിന്നാണ് ഇതെല്ലാം കിട്ടിയത്? ഇവൻ പറയുന്നതൊക്കെ ശരിയാണോ? ഇവന്റെ കരങ്ങളിലൂടെയൊക്കെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ കൊള്ളുന്നതാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ അകലം പാലിക്കുകയാണ്. അവരും പറയുകയാണ്, മറിയം നമ്മുടെ കൂടെയുണ്ട്, ഇവരുടെ സഹോദരന്മാര് നമ്മുടെ കൂടെയുണ്ട്, ഇവരുടെ സഹോദരിമാര് നമ്മുടെ കൂടെയുണ്ട്. അവരുടെ അവിശ്വാസത്തെ കുറിച്ചല്ല പറയുന്നത്,
ചുറ്റുകൂടുന്ന ജനത്തിന്റെ അവിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ കത്തോലിക്കർക്ക് മാത്രം മാമോദീസ വെള്ളം വേണ്ടവർക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, മധ്യസ്ഥയായിരിക്കുന്നത്. ചേർന്ന് പറയാ ഹല്ലേലൂയ, 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 സ്തുതിക്കുക ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു അമ്മയല്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുന്ന ദിവ്യകാരുണ്യ മരീഭവൻ കത്തോലിക്കർക്ക് വേണ്ടി മാത്രമുള്ള, ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രാർത്ഥനാ കേന്ദ്രമല്ല, ശുശ്രൂഷ കേന്ദ്രമല്ല. ഇവിടെ ആയിരങ്ങള് വിവിധ മതങ്ങളിൽപ്പെട്ടവര്, വിവിധ വിശ്വാസത്തിൽപ്പെട്ടവര് കടന്നു വരുവാനായിട്ട് ഇടയാകുന്നുണ്ട്. നമ്മൾ ഒത്തിരിയേറെ ഇടങ്ങളില് ശുശ്രൂഷ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഹൈന്ദവരായിട്ടുള്ള സഹോദരങ്ങള്, ഇതര വിശ്വാസത്തിൽപ്പെട്ടവരൊക്കെ കടന്നു വരുന്ന നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് കടന്നിരുന്നതിനേക്കാൾ കൂടുതൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുള്ള ഇടങ്ങളില് അക്രൈസ്തവരായിട്ടുള്ളവരെ കടന്നു വരുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണിത്. അവരിൽ നിന്നും അകന്നു നിൽക്കുന്ന വിജാതീയരായിട്ടുള്ളവരെ അവനോട് ചേർത്ത് പിടിക്കുവാനും അടുപ്പിക്കുവാനും അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും ഈശോയിൽ നിന്ന് അവർക്ക് അനുഗ്രഹം മേടിച്ചു കൊടുക്കുവാനും പരിശുദ്ധ അമ്മ മധ്യസ്ഥയായി നിലകൊള്ളുന്നു. ചേർന്ന് പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാത്രമുള്ള മധ്യസ്ഥയല്ല, ക്രൈസ്തവരായിട്ട് വേണ്ടി മാത്രമുള്ള മധ്യസ്ഥയല്ല, മറിച്ച് സകലർക്കും വേണ്ടിയിട്ടുള്ള മധ്യസ്ഥയാണ്. ലോകം മുഴുവന് വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ മധ്യസ്ഥയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതങ്ങളിൽ നേരിടുന്ന തകർച്ചകള്, മറ്റുള്ളവരെ വിശ്വാസത്തിൽ തകർന്നു നിൽക്കുമ്പോൾ അവരെ യേശുവിനുള്ള വിശ്വാസത്തിലേക്ക്, നീതി സൂര്യനായ വിശ്വാസ ജീവിതത്തില് അത്താണിയായ ക്രൈസ്തവ വിശ്വാസത്തിന്റെ നട്ടലായ വിശുദ്ധ കുർബാനയിലേക്ക്, ഈശോയിലേക്ക് അനേകായിരങ്ങളെ കൊണ്ടുവരാൻ പരിശുദ്ധ അമ്മ വഴി ഇടവരുകയാ. ചേർന്ന് പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാമതായിട്ട് നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അഭിഷേകം, നമ്മുടെ ജീവിതത്തിന്റെ 3 ദിനങ്ങളിൽ പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിലെ 3 ദിനങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായം 11-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് ആരംഭിക്കുക. 3-ാം ദിവസം കാനായില് ഒരു വിവാഹ വിരുന്ന് നടന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്ന് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. 3-ാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. നമ്മുടെ ജീവിതങ്ങളുടെ നേർക്കാഴ്ചയാണ് കാനായിലെ കല്യാണ വിരുന്ന്. 1-ാമത്തെ വചനം നമ്മൾ കാണുകയാ. 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ വിവരിക്കപ്പെടുന്ന കാനായിലെ കല്യാണ വിരുന്നില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ചേർന്ന് പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഉയർത്തി പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവരിൽ ഒരുവളായി പരിശുദ്ധ അമ്മ അവരോടൊപ്പമുണ്ട്. ഇവരുടെ ജീവിതത്തില് വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. കാരണം 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന യഹൂദരുടെ വിവാഹ വിരുന്നിന്റെ 3 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. 3-ാം ദിവസത്തിൽ തന്നെ ജീവിതത്തിന്റെ വലിയ സന്തോഷത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അവരുടെ കുടുംബത്തില് ഒരു ദുഃഖകരമായ കാര്യം സംഭവിക്കുകയാണ്. അത് അവരറിയുന്നില്ല. അവരെപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. പക്ഷേ അവരിൽ ചിലര് അടക്കം പറയാൻ തുടങ്ങി. അവിടെ വീഞ്ഞ് തീർന്നു പോയി. പരിശുദ്ധ അമ്മ അത് കണ്ടുപിടിക്കുകയാണ്. അവരുടെ കൂടെ ആയിരുന്നുകൊണ്ട് പരിശുദ്ധ അമ്മ അത് കണ്ടുപിടിക്കുക. ആരും അവളോട് ചെന്ന് പറയുന്നില്ല, മറിയമേ നമ്മുടെ ഇവിടുത്തെ വീഞ്ഞ് തീർന്നു പോകാറായി, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആരും അവളോട് ചെന്ന് ചോദിക്കുന്നതായിട്ട് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ല. കാനായിലെ കല്യാണ വിരുന്നില് ഈ 3-ാം ദിനത്തില് വീഞ്ഞ് തീർന്നു പോകുന്നതിനെ കുറിച്ച് മറിയം മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ദുരന്തങ്ങളുടെ മേഖലകൾ, സങ്കടങ്ങളുടെ മേഖലകൾ, ഒരുപക്ഷെ തകർച്ചയുടെ മേഖലകൾ നമ്മൾ തിരിച്ചറിയണമെന്നില്ല. നമ്മൾ തിരിച്ചറിയുന്നതിന് മുമ്പേ നമുക്ക് വേണ്ടി തിരിച്ചറിയുന്ന ഒരു പരിശുദ്ധ അമ്മ നമുക്കുണ്ട്. ചേർന്ന് പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിതത്തിന്റെ തകർച്ചയുടെ നിമിഷങ്ങളിൽ, ജീവിതത്തിന്റെ സഹനങ്ങളുടെ അവസരങ്ങളിൽ നമ്മൾ തകർന്നു പോവുകയാണ് എന്ന് തിരിച്ചറിയാതിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മധ്യസ്ഥത പ്രാർത്ഥിക്കുന്നവളാണ് പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമ്മുടെ സഹനത്തിന്റെ 3-ാം ദിനങ്ങളിൽ നമ്മളോട് കൂടെ നടക്കുന്നവളാണ്. ചേർന്ന് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവള് ഇടപെടാൻ തയ്യാറായിട്ട് കടന്നു വരും.
അവൾ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. മൂന്നാം ദിനത്തില് അവരോട് പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങള് ഇതുവരെ വ്യാപരിച്ചിരുന്ന ജീവിത ശൈലിയിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകണം. ചേർന്ന് പറയാ ഹല്ലേലൂയ. അവൾ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇന്നുവരെ നിങ്ങൾ വ്യാപരിച്ചിരുന്ന ജീവിത നിലപാടുകളിൽ നിന്ന് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവള് പരിചാരകരോട് പറഞ്ഞു, ഇന്നുവരെ നിങ്ങൾ പരിചരിച്ചിരുന്നത് മേശയിലായിരുന്നുവെങ്കിൽ, ഭൗതികതയുടെ വിരുന്ന് മേശകളിലായിരുന്നുവെങ്കിൽ, ഭൗതികതയുടെ വിരുന്ന് മേശകളിലാണ്, ഭൗതികതയുടെ കാര്യങ്ങളാണ് നിങ്ങൾ വ്യാപരിച്ചിരുന്നതെങ്കിൽ, ഇന്നു മുതൽ ഇപ്പോൾ മുതൽ യേശു അത്ഭുതം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ നിമിഷത്തിൽ ഇനി നിങ്ങൾ ഭൗതികതയിൽ തുടരരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാതലായ മാറ്റം സംഭവിക്കണം. നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യണം. അവന്റെ വചനത്തിന്റെ, ദൈവവചനത്തിന്റെ ശുശ്രൂഷകരായി നിങ്ങൾ മാറണം. ചേർന്ന് പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തിന്റെ ശുശ്രൂഷകരായി രൂപാന്തരപ്പെടുവാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ജീവിതത്തിന്റെ സഹനങ്ങളില് ദൈവം ഇന്ന് പരിശുദ്ധ അമ്മയിലൂടെ നമുക്കും ആഹ്വാനം തരുകയാണ്. ഈ ദിവ്യകാരുണ്യ പരിഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ സങ്കടങ്ങൾ ഉണ്ടായെങ്കിൽ, ദുഃഖങ്ങൾ ഉണ്ടായെങ്കിൽ, സഹനങ്ങൾ ഉണ്ടായെങ്കിൽ ജീവിതത്തിലേക്ക് ഇടപെടുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മ തയ്യാറാണ്. ഞാനും നിങ്ങളും പറയുന്നതിന് മുമ്പേ, ഞാനും നിങ്ങളും പറഞ്ഞറിയിക്കുന്നതിന് മുമ്പേ പരിശുദ്ധ അമ്മ എനിക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒരൊറ്റ വ്യവസ്ഥയെ പരിശുദ്ധ അമ്മയ്ക്ക് പറയാനുള്ളൂ, നിങ്ങൾ ദൈവവചനത്തിന്റെ ശുശ്രൂഷകരായി മാറണം. ചേർന്ന് പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൻ, വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ, ജീവിതത്തിൽ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പാപത്തെ ഞാൻ ദൂരെ അകറ്റുമെന്ന് പറഞ്ഞ സങ്കീർത്തകനോട് ചേർന്നു നിന്ന് ജീവിതം വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ, ഭൗതികതയുടെ മേശകളിൽ നിന്നും പിന്മാറിക്കൊണ്ട്, ഭൗതികതയുടെ തീന്മേശകളിൽ ശുശ്രൂഷിക്കുന്ന അവസ്ഥകളിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ആത്മീയതയുടെ വചനത്തിന്റെ ശുശ്രൂഷകളെ നിന്റെ ജീവിതത്തിന്റെ വിരുന്ന് മേശകളിൽ നീ വെച്ചു വിളമ്പുവാൻ തയ്യാറാകണം. നിന്റെ കുടുംബത്തിൽ നീ വചന അഭിഷേകമുള്ള വ്യക്തിയായി മാറണം. നിന്റെ സമൂഹത്തിൽ നീ ദൈവവചനത്തിന്റെ അഭിഷേകമുള്ള വ്യക്തിയായി മാറണം. ചേർന്ന് പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉയർത്തി സ്തുതിക്കുക ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാവരും ചേർന്ന് പറയുന്നു, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ജീവിതത്തിന്റെ മൂന്നാം ദിനത്തില് ഇടപെടുന്ന പരിശുദ്ധ മറിയത്തെ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ്. നമ്മൾ വായിച്ചു കേട്ട നടപടി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിലെ 14-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കണ്ടു, ഈശോ പോയതിനു ശേഷം, സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാര് പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തില് ഒന്നിച്ചുകൂടിയിരിക്കുന്നതിനെ കുറിച്ച്, പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തില് അവരൊന്നിച്ചുകൂടി, ഇത് നാളുകളായിട്ട് അവര് തുടർന്ന് വന്ന ഒരു കാര്യമാണ്. അവരുടെ കൂട്ടായ്മകളില് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവന്റെ ഭവനത്തിൽ സ്വീകരിച്ചപ്പോൾ അവര് പോയത് മർക്കോസിന്റെ മാളികയിലേക്ക്. അന്ത്യത്താഴ് വിരുന്ന് നടന്ന സെഹിയോൻ മാളിക മർക്കോസിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് തിരുവചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മർക്കോസിന്റെ ഉടമസ്ഥതയിലുള്ള ഈ മാളികയിലേക്ക് അവര് പോയി. അവരവിടെ ചെന്ന് അതിന്റെ മട്ടുപ്പാവില് ആദ്യ കുർബാന നടന്ന അത്താഴ മേശയ്ക്ക് ചുറ്റും അവരിയ്ക്കുകയാണ്. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്താഴയ്ക്ക് ചുറ്റും ഈ ശിഷ്യന്മാരെ കൂട്ടിച്ചേർത്ത് പിടിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മ അത് 3-ാം ദിനത്തിൽ ആരംഭിച്ച ശുശ്രൂഷയാണ്.
മൂന്നാം ദിനത്തിൽ ആരംഭിച്ച ശുശ്രൂഷയാണ്. വ്യക്തമായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തില് ഈ നടപടി പുസ്തകം തന്നെ എഴുതിയ ലൂക്ക തന്റെ സുവിശേഷത്തിന്റെ 24-ാമത്തെ അധ്യായത്തില് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെയാണ് വിവരിക്കുന്നത്. അവർ തർക്കിച്ച് ബാധിച്ച് നടന്നു പോകുമ്പോൾ അപരിചിതൻ അവരുടെ കൂടെ നടന്നു നീങ്ങുമ്പോൾ അവരോട് ചോദിക്കും, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ ലാഘവ ബുദ്ധിയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ജെറുസലേമിൽ ഞങ്ങളുടെ ഗുരുവിനെ കുരിശിൽ തറച്ചതിനെ കുറിച്ചാണ്. ജെറുസലേമിൽ ഞങ്ങളുടെ ഗുരുവിനെ കുരിശിൽ തറച്ചിട്ട് 3 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 3 ദിവസങ്ങൾ കഴിഞ്ഞ ഒരു സംഭവമാണ് അവർ വിവരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എമ്മാവുസിലേക്ക് യാത്ര ചെയ്യുന്ന ശിഷ്യന്മാര് ജീവിതത്തിന്റെ സഹനങ്ങളുടെ അവസ്ഥകളില് 3 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ അരങ്ങേറിയ അനുഭവത്തില് നിരാശരായിട്ട് നടന്നു നീങ്ങുന്നവരാണ്. ജീവിതത്തിന്റെ നിരാശപൂർണമായ അനുഭവത്തിൽ നടന്നു നീങ്ങുന്നവരാണ്. 3-ാം ദിനത്തിൽ നിരാശയിൽ കഴിയുന്നവരാണ് ഈ 2 ശിഷ്യന്മാര്. ഈ 2 ശിഷ്യന്മാരെ പോലെ തന്നെ ജെറുസലേമിൽ ഉണ്ടായിരുന്ന മറ്റു ശിഷ്യന്മാർക്കും നിരാശ ഉണ്ടായിരുന്നു. തിരിച്ചറിയണം നമ്മൾ. ഈ 2 ശിഷ്യന്മാർ മാത്രമേ എമ്മാവുസിലേക്ക് പോയുള്ളൂവെങ്കിലും മറ്റു ശിഷ്യന്മാർക്ക് എല്ലാവർക്കും ഗുരു കുരിശിൽ മരിച്ചതിനെ കുറിച്ച് ദുഃഖമുണ്ടായിരുന്നു, നിരാശ ഉണ്ടായിരുന്നു. ഉയർപ്പ് സംഭവിച്ചിട്ട് അത് മനസ്സിലാക്കുവാനുള്ള ബുദ്ധിമുട്ട് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പ്രത്യക്ഷപ്പെട്ട അവരോട് പറയുന്നത്, നിങ്ങൾ ചിലര് വിശ്വസിക്കാത്തവരായിട്ടുണ്ട്. ഇനിയും നിങ്ങളില് ചിലര് വിശ്വസിച്ചിട്ടില്ല. 3-ാം ദിവസത്തിൽ അവര് നിരാശരായി കഴിയുമ്പോൾ ഉത്ഥാനം നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവർ വിചാരിച്ചത് ഭൂതമാണെന്ന് വിചാരിച്ചു. അവരങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഈശോ പറയുന്നത്, ഒരു വറുത്ത് മീൻ കഷ്ണം കൊണ്ടുവരിക, നിങ്ങളുടെ കൈ പിടിച്ചു നോക്ക്. ഭൂതത്തിന് ഇതുപോലെ കൈകളും കാലുകളും ഉണ്ടോ? ഇതുപോലെ ആഹാരം കഴിക്കാൻ പറ്റുമോ എന്ന് തന്റെ മൗക്തീകരിക്കപ്പെട്ട ശരീരത്തിന്റെ സാക്ഷി നൽകിക്കൊണ്ട് ക്രിസ്തു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിന്റെ നിരാശയിൽ കഴിയുന്ന ഈ ശിഷ്യന്മാര്, ജെറുസലേമിൽ തങ്ങിയ ശിഷ്യന്മാർക്കും നിരാശയുണ്ടായിരുന്നു. ചേർന്ന് പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജെറുസലേമിൽ തങ്ങിയ ശിഷ്യന്മാർക്കും നിരാശയുണ്ടായിരുന്നു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് 3 ദിവസങ്ങളായി ഇതെല്ലാം സംഭവിച്ചിട്ടെന്ന് പറഞ്ഞ് നിരാശനായി പോകുന്നത് പോലെ ജെറുസലേമിൽ സംഭവിച്ചവരും നിരാശയിൽ കഴിയുന്നവരാണ്. നിരാശയിൽ കഴിഞ്ഞവര് ചിതറിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ 3-ാം ദിവസത്തിൽ ഇടപെട്ടത് പരിശുദ്ധ മറിയമാണ്. അവരുടെ ജീവിതത്തില് അവർ കൂടുതൽ തകർച്ചയിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് അവരെ ഒന്നിച്ചു ചേർത്ത് ഒരു തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിൽ സംരക്ഷിക്കുന്നത് പോലെ തന്റെ വിശുദ്ധ നീല അങ്ങയുടെ സംരക്ഷണത്തിൽ ഈ ശിഷ്യന്മാരെ എല്ലാം ചേർത്ത് പിടിച്ചു നിർത്തിയത് പരിശുദ്ധ കന്യാമറിയമാണ്. ജീവിതത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെടുന്ന 3-ാം ദിനങ്ങളിൽ പരിശുദ്ധ അമ്മ അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിന്റെ സഹനങ്ങളുടെ നൊമ്പരങ്ങളുടെ കണ്ണുനീരിന്റെ പ്രത്യാശയില്ലാത്ത അവസ്ഥകളിൽ 3-ാം ദിനങ്ങളിൽ പരിശുദ്ധ അമ്മ നമ്മളോട് ചേർന്ന് നിൽക്കും. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് നീങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് ചേർന്ന് നിൽക്കും. പരിശുദ്ധ അമ്മ നമ്മളെ കൈവിടുകയില്ല. അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാം വചന ശുശ്രൂഷകരായി രൂപാന്തരപ്പെടുന്നു. സെഗിയോൻ ശാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് പരിശുദ്ധാത്മ അഭിഷേകം നേടിയ ശിഷ്യന്മാര് പുറത്തോട്ട് ഇറങ്ങിയിട്ട് പറയുന്നത്, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷകരാണ്. നടപടി പുസ്തകത്തിന്റെ 6-ാമത്തെ അധ്യായത്തിൽ വിജാതിയരുടെ കുടുംബങ്ങൾക്ക് അപ്പം വിഭജിക്കുന്നതിനുള്ള തർക്കമുടലെടുക്കുമ്പോൾ അവര് പറയും, ഞങ്ങള് ദൈവവചന ശുശ്രൂഷയിൽ വ്യാപരിച്ചു കൊള്ളാം, ഞങ്ങൾ ദൈവവചനത്തിന്റെ ശുശ്രൂഷകരാണ്, ഞങ്ങൾ അപ്പത്തിന്റെ മേശയിൽ ശുശ്രൂഷ ചെയ്യത്തില്ല, അതിന് വേണമെങ്കിൽ ഡീക്കന്മാരെ നിയോഗിച്ചു കൊള്ളാൻ പറഞ്ഞുകൊണ്ട് ആത്മാഭിഷേകമുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന സ്ത്രീഹന്മാർക്ക് പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ അവർ
വചന ശുശ്രൂഷകരായി മാറ്റപ്പെടുകയാ. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞതുപോലെ കാനായിലെ കല്യാണ വിരുന്നിലെ പരിചാരകര് വചന ശുശ്രൂഷകരായി മാറിയതുപോലെ ശിഷ്യന്മാര് അവരുടെ പേര് മാറ്റി ഞങ്ങള് ദൈവവചന ശുശ്രൂഷകരാണ്. ചേർന്ന് പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനും നിങ്ങളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവവചന ശുശ്രൂഷകരാകും. ഒരുപക്ഷെ ഇതുപോലെ വേദിയിൽ കയറുന്ന പ്രസംഗിക്കാൻ മാത്രമല്ല, ജീവിതത്തില് ദൈവം വചനം നമ്മുടെ ജീവിതത്തിന്റെ ജീവിത മാർഗമായിട്ട് കൊണ്ടു നടക്കുവാനുള്ള അഭിഷേകം നമുക്ക് തരും. ദൈവവചനം വിട്ട് ഒരിഞ്ച് പോലും ജീവിക്കുവാൻ താല്പര്യമില്ലാത്ത വ്യക്തികളായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ജീവിതം നമ്മളെ രൂപാന്തരപ്പെടുത്തും. ചേർന്ന് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വത്തിന്റെ അവസ്ഥയോട് നന്ദി പറഞ്ഞ് പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ. ദൈവവചനത്തോട് ചേർന്ന് നിന്ന് ദൈവവചന ശുശ്രൂഷകരായി മാറുന്ന പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ദൈവവചന അഭിഷേകത്തിൽ വ്യാപരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ ദിവ്യകാരുണ്യ മരിയ ഭവനത്തിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ആദ്യ ആഴ്ചയില് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആദ്യ ആഴ്ചയില് ആദ്യ ബുധനാഴ്ചയില് നമ്മൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മധ്യസ്ഥതയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ ചൈതന്യം വിശുദ്ധ കുർബാനയുടെ ചൈതന്യമാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയുടെ വലിയ ശക്തിയാൽ വിശദീകരിക്കപ്പെടണമെങ്കിൽ വിശുദ്ധ കുർബാനയുടെ യുഗമായിട്ട് ഈ യുഗത്തെ സമൂഹം, വിശ്വാസ സമൂഹം കാണുന്നുണ്ടെങ്കിൽ ഈ ദിവ്യകാരുണ്യ മരിയ ഭവന് ഒത്തിരിയേറെ പങ്കുവഹിക്കുവാനുണ്ട് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ.